കണ്ണൂർ CPM-ൽ പൊട്ടിത്തെറികൾക്ക് സാധ്യത ഏറുകയാണ്. പാർട്ടി സമ്മേളനം ബ്രാഞ്ച് ലോക്കൽ തലത്തിലേക്ക് കടക്കുമ്പോൾ എന്തും സംഭവിക്കാമെന്നതാണ് അവസ്ഥ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ കണ്ണൂരിലെ CPM രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കും. പാർട്ടി സെക്രട്ടറിയാകാനുള്ള പി ശശിയുടെ മോഹം തകർന്നു കഴിഞ്ഞു. കണ്ണൂരിൽ PJ ആർമി വീണ്ടും കരുത്തരാവുകയാണ്. CPM-ൽ വ്യക്തിപൂജ വിവാദത്തിൽ P ജയരാജനെ കുടുക്കിയത് പി ശശിയാണെന്ന വിലയിരുത്തൽ CPM-ൽ തന്നെ സജീവമാണ്. അതിനുശേഷം PJ ആർമിയെ വെട്ടിയൊതുക്കി, പലരെയും പുറത്താക്കി. CPM-ൽ P ജയരാജനെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതോടെ സമവാക്യങ്ങളിൽ മാറ്റം വരുത്തി. EP ജയരാജനെ വെട്ടിയൊതുക്കിയ ഗോവിന്ദൻ തന്ത്രപരമായി P ജയരാജനുമായി അടുത്തു. അതിനിടെയാണ് സുവർണ അവസരം പോലെ PV അൻവർ പൊട്ടിത്തെറിച്ചത്. അൻവറിന്റെ വിമർശനം CPM സമ്മേളനങ്ങളിൽ ചർച്ചയാക്കണമെന്ന ആഹ്വാനവുമായി P ജയരാജന്റെ അനുയായികൾ സജീവമാണ്. CPM സംസ്ഥാന സമിതി അംഗം P ജയരാജനു വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ ശബ്ദമുയർത്തുന്നവരുടെ കൂട്ടായ്മയായ റെഡ് ആർമിയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് പുഴുക്കുത്തുകളായ ശശിമാരെ കുറിച്ചാകണമെന്ന് നിർദ്ദേശിച്ചത്. ഇതിൽ നിന്നും ലക്ഷ്യം ശശിയാണ് എന്നതും വ്യക്തമാകുന്നു. കണ്ണൂരിലെ പാർട്ടി സമ്മേളനത്തിൽ മേധാവിത്വം നേടുകയാണ് PJയുടെ ലക്ഷ്യം. സോഷ്യൽ മീഡിയയിൽ റെഡ് ആർമി ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. CPM ബ്രാഞ്ച് സമ്മേളനത്തിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട്. P ജയരാജന്റെ അനുയായികൾ ഉണ്ടാക്കിയ PJ ആർമി എന്ന സമൂഹ മാധ്യമ കൂട്ടായ്മയാണ് പേര് മാറ്റി റെഡ് ആർമിയായത്. വ്യക്തിപൂജ വിവാദത്തിൽ P ജയരാജൻ പാർട്ടി നടപടി നേരിട്ടപ്പോഴായിരുന്നു പേരുമാറ്റം. ഈ കൂട്ടായ്മയാണ് ശശിക്കെതിരായ ട്രോളുകളും ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമാക്കുന്നതും. സമ്മേളനകാലത്ത് ഇതെല്ലാം അതിവേഗം വൈറലാവുകയും ചെയ്യുന്നു. കണ്ണൂരിൽ വിപ്ലവത്തിന് കോപ്പുകൂട്ടുന്ന P ജയരാജന്റെ മനസ്സാണ് ഇതിലെല്ലാം തെളിയുന്നത്. EP-യെ ഇടത് കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിലെ മുഖ്യ നേതാവും PJ തന്നെയാണ്. സർക്കാരിനെയും പാർട്ടിയെയും ജനങ്ങൾക്ക് മുന്നിൽ അങ്ങേയറ്റം അവഹേളിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓശാന പാടിയ വർഗവഞ്ചകരെ ഒരു കാരണവശാലും സ്ഥാനത്ത് തുടരാനോ പാർട്ടിയിൽ വെച്ചു പൊറുപ്പിക്കാനോ പാടില്ലെന്നാണ് ആഹ്വാനം. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കുപ്പായത്തിന്റെ ബലത്തിൽ മുഖ്യമന്ത്രിയുടെ അരികുപറ്റി നടന്ന് പാർട്ടിയുടെ അടിവേര് പിഴുതെറിയാൻ ഇറങ്ങിത്തിരിച്ച പോലീസ് ക്രിമിനൽ എന്നാണ് ADGP MR അജിത് കുമാറിനെ വിശേഷിപ്പിക്കുന്നത്. സഖാക്കളെ തെരുവിലും പോലീസ് സ്റ്റേഷനുകളിലും തല്ലിച്ചതയ്ക്കാനും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാനും പോലീസിന് സ്വാതന്ത്ര്യം നൽകിയത് ശശിയാണെന്നതാണ് വിമർശനം. രക്തസാക്ഷികളുടെ ചോര കണ്ട് തുടുത്ത പാർട്ടിക്ക് കളങ്കമേൽപ്പിക്കുന്നവർ ആരായാലും വെച്ചു പൊറുപ്പിക്കരുത്. സമ്മേളനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ തുറന്നു കാട്ടുന്ന വിഷയങ്ങളാണ്. തുടർച്ചയായ അധികാരത്തിന്റെ സുഖലോലുപതയിൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയോ എന്ന് പരിശോധിക്കണമെന്നും ആവശ്യപ്പെടുന്നു. പാർട്ടി അംഗത്വമില്ലാത്ത PV അൻവർ വിപ്ലവ മാതൃകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി വരാനിരിക്കുന്ന വിപത്തിന്റെ അശരീരിയാണെന്ന് ഓർക്കണമെന്നും വിശദീകരിക്കുന്നു.